ഫാസിലിൻ്റെ കരിയറിലെ തന്നെ മാസ്റ്റർ പീസ് ചിത്രമായ മണിച്ചിത്രത്താഴിനെക്കുറിച്ച് കലവൂർ രവികുമാർ സമൂഹമാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് വൈറലാവുന്നു. മണിച്ചിത്രത്താഴ് ആദ്യമായി ഇറങ്ങിയ കാലത്ത് പ്രിന്റ് മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ചിന്തകളാണ് ചിത്രം റിലീസ് ചെയ്തതോടുകൂടി അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി വീണ്ടും പങ്കുവച്ചിരിക്കുന്നത്. കലവൂർ രവികുമാറിൻ്റെ എഴുത്ത് ഇങ്ങനെയാണ്. നകുലൻ്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തിയും. പണ്ട് മണിച്ചിത്രത്താഴ് കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണെന്ന് വാദിച്ചതും അത് ഉറപ്പാക്കുവാൻ തിരക്കഥാകൃത്ത് മധു മുട്ടത്തെ കാണാൻ പോയതും ആ അഭിമുഖം വെള്ളി നക്ഷത്രത്തിൽ അടിച്ചു വന്നതും ഓർത്തു. ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ജേർണലിസ്റ്റ് ട്രെയിനിയാണ്. മണിച്ചിത്രത്താഴ് കണ്ടു വന്ന ഉടൻ വെള്ളി നക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണോട് പറയുന്നു, നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യവുമുള്ള ആളല്ല. അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ചിത്രത്തിൻ്റെ കഥ. പ്രസാദ് ലക്ഷ്മൺ എന്നെ ഓടിച്ചില്ല. എന്തേ അങ്ങനെ തോന്നാൻ എന്നായി. എനിക്ക് സംശയം തോന്നിയത് ചിത്രത്തിലെ വരുവാനില്ലാരും എന്ന് തുടങ്ങിയ പാട്ടു കേട്ടപ്പോഴാണ്. ഈ പാട്ട് മാത്രം മണിച്ചിത്രത്താഴിൻ്റെ ഗാനരചയിതാവല്ല എഴുതിയത്, തിരക്കഥ എഴുതിയ മധു മുട്ടമാണ്. എന്തിനു കഥാകൃത്ത് അതിന് തുനിഞ്ഞു? അതിൽ ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച കഥ അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നി. വരുവാനില്ലാരും എന്നാലും പാതി വാതിൽ ചാരി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പാട്ടിൽ ഉണ്ട്. വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ലെങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ട്. കാരണവും പാട്ടിൽ കാണാം. ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്ന് ഗംഗ വിഷാദിക്കുന്നു. അവർ പ്രസവിച്ചിട്ടില്ലെന്നത് ആവാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്തിൽ മധുമുട്ടം ധ്വനിപ്പിച്ചത്. കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായി തോന്നി. ഗംഗ കുലമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന നകുലനോടാണോ ചേരേണ്ടത്? ശിവനോടാണോ? മഹാദേവൻ ശിവൻ്റെ മറ്റൊരു പേരല്ലേ? മാത്രമല്ല ശിവനും ഗംഗയും തമ്മിലുള്ള ബന്ധം പവിത്രമല്ലല്ലോ. പാർവതി കാണാതെ ജടയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ. ഇവിടെ ഗംഗയ്ക്ക് മഹാദേവനോട് തോന്നുന്ന ബന്ധവും പവിത്രമല്ല. ഒരു ഉത്സവരാവിൽ മഹാദേവനെ കയറിപ്പിടിക്കുന്ന ഗംഗ ചിത്രത്തിൽ ഉണ്ട്. അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. മഹാദേവനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലിയെ കൊല്ലുവാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ നവവിവാഹിതരല്ലെങ്കിലും ഗംഗയും നകുലനും തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും കണ്ടില്ല. കിടപ്പറയിലും നകുലൻ ജോലി ചെയ്യുകയാണ്. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നകുലേട്ടൻ കിടക്കാറായോ? അതൊരു ക്ഷണമല്ലേ? പക്ഷേ അയാൾ തനിക്ക് ജോലി ഉണ്ടെന്ന് ആ ക്ഷണം നിരാകരിക്കുന്നു. ഗംഗ ആ വേള ആവശ്യപ്പെടുന്നത് നകുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണം എന്നാണ്. ഇത് ഒന്നുകൂടെ പ്രകടമായ ക്ഷണമാണ്. നകുലൻ അന്നേരം പറയുന്നതോ തനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാണ്. കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഭർത്താവ്. സ്വാഭാവികമായും ഗംഗ മഹാദേവനെ നോട്ടമിട്ടു എന്ന് ഞാൻ വാദിച്ചു. ഇപ്പോൾ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എനിക്ക് പ്രസാദ് ലക്ഷ്മൺ 650 രൂപ എടുത്തു തന്നു. അന്നു കേരള കൗമുദിയിലെ ശമ്പളം തന്നെ 500 രൂപയാണ്. മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ 2 നേരം കഷ്ടിയാണ് ഭക്ഷണം. സജീവ് കുമാർ TK ആണ് ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ രൂപ ഉടനെ ചാടിപ്പിടിച്ചു. പിന്നെ നേരെ മാവേലിക്കരയ്ക്ക് പോയി മധുമുട്ടത്തെ കാണാൻ. അദ്ദേഹവും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഉച്ചനേരത്തു കയറി ചെന്ന് എനിക്ക് ആ അമ്മ ഊണും മീൻ പൊരിച്ചതും തന്നു. പിന്നെ മധുമുട്ടത്തോട് ഞാൻ എൻ്റെ വാദങ്ങൾ ഒക്കെ നിരത്തി. കുറേ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നെ നോക്കിയിരുന്നു. പിന്നെ എഴുതുമോ എന്ന് ചോദിച്ചു. ഞാൻ ആത്മവിശ്വാസമില്ലാതെ തലയാട്ടി. പിന്നെ അദ്ദേഹം എൻ്റെ കൈകൾ കവർന്നു മന്ത്രിച്ചു. ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷം. ഒന്നും പറയാനാവാതെ ഞാൻ ഇറങ്ങി നടന്നു. തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ മധുമുട്ടത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു. അടുത്തയാഴ്ച വെള്ളി നക്ഷത്രത്തിൽ ഈ എഴുതിയതത്രയും അടിച്ചു വന്നു. പ്രസാദ് ലക്ഷ്മണിൻ്റെയോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ബീന രഞ്ജിനിയുടെയോ പക്കൽ ആ ലക്കം ഉണ്ടാവുമോ? എൻ്റെ പക്കൽ ഇല്ല. ഒരു ഭാഗം ദാ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടി. അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളി നക്ഷത്രത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഫയൽ കോപ്പി ഉണ്ടെങ്കിൽ അവർക്കത് ഇപ്പോൾ വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാവുന്നതേ ഉള്ളൂ. ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയല്ലേ. മധുമുട്ടത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്നും അറിയില്ല. എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിൻ്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു. ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിന് വേണ്ടി ഫാസിൽ സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നോ ഈ അകംപൊരുൾ എന്ന് ഞാൻ ചോദിച്ചു. ആർക്കും അറിയില്ലെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇനി ഒന്നുകൂടി മണിച്ചിത്രത്താഴ് കണ്ടു നോക്കൂ.
തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ചിരി നിങ്ങൾ കാണും. സത്യത്തിൽ ഉറക്കെയുള്ള ചിരി. കലവൂർ രവികുമാർ. ഇപ്പോൾ ഉണ്ടായത്. ഈ പോസ്റ്റ് വായിച്ച് ശ്രീ ഹരികുമാർ ഇളയെടുത്ത് വിളിച്ചു. 1993 ആ വെള്ളി നക്ഷത്രം അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് തരാമെന്നും. എങ്കിൽ ഞാൻ അതുമായി മധുമുട്ടത്തെ കാണാൻ പോകുന്നുണ്ട്. അന്നു ഞാൻ ഒരു കോപ്പി അയച്ചു കൊടുത്തില്ല എന്ന കുറ്റബോധം ഇന്ന് എനിക്കുണ്ട്. ഇങ്ങനെയാണ് കലവൂർ രവികുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്.